കർത്താവിനെ സ്തുതിച്ചാട്ടെ. പോരാ 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 പോരാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയയ്ക്ക് ശക്തിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞാൽ ദേശം കിടുങ്ങണം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം തന്ന് ഈ ഒരു ആലയം പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ ദേവദാസന്മാരുമായി ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും ആരാധിക്കുവാനും തന്ന അവസരത്തെ ഓർത്തു ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 4 വർഷത്തിന് ശേഷമാണ് കർത്താവിൻ്റെ ദാസനുമായി ഒരുമിച്ച് നമ്മൾ കൂടുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മളെ നടുവിൽ നേരത്തെ മുഖ്യ പ്രഭാഷണം നടത്തിയ കർത്താവിൽ പ്രിയരായിരിക്കുന്ന CI അനിൽകുമാർ സാറ്, ആമേൻ. ഇനി ഞാൻ ഈ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസ്, നല്ല ഒരു സ്നേഹത്തിൻ്റെ ഉടയനായ ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ആരെയും പുകഴ്ത്തുന്നതല്ല. ആമേൻ കർത്താവ് തൻ്റെ ദാസന്മാരിൽ ചെയ്തത് ഓർത്ത് ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പുകഴ്ത്താൻ വന്നിരിക്കുന്നത് നമ്മളെ യേശു ക്രിസ്തുവിനെയാണ്. യേശുവിനെയാണ് ഞാനിവിടെ ഉയർത്തുവാൻ വന്നത്. ദേശത്ത് ആമേ പ്രൈസ് ദി ലോർഡ് അവിടെയായി ആമേ സുവിശേഷവും ആമേ കൺവേഷവും പരസ്യവും നടത്തുന്നതാണ് എൻ്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും വൈഫിൻ്റെയും കുടുംബത്തിൻ്റെയും ജോലി. പ്രൈസ് ദി ലോർഡ്. അനേകരടുത്ത് പോയി സാക്ഷ്യവും യേശുവിനെക്കുറിച്ച് സുവിശേഷം അറിയിക്കുന്നതാണ് നമ്മളെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദേശത്തിന് വേണ്ടിയും ഇടിയിൽ നിൽക്കുന്ന ദേവദാസനും വേണ്ടിയും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കൈപ്പൊള്ള വെള്ളം കൂടി ചീടിലും കൽപ്പന പോലെ നടന്നിടണം. ഓ കൈപ്പൊള്ള വെള്ളം കൂടി ചീടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സുരപൂരം നീ അണയും വരെയും ആഴലേറും ജീവിതമരുളിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുളിൽ നീ തളരുകയോ ഇനി സഹജേ. കൂടുതലായിട്ട് സംസാരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന മെമ്പറും മുഖ്യ പ്രഭാഷണവും കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടി എല്ലാം നിങ്ങൾ കേട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാലും ഞാൻ ഇരുന്ന് ഇങ്ങനെ ഒരുപാട് വചനങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് അല്പനേരം ശുശ്രൂഷിക്കണമെന്ന് അങ്ങനെ വചനമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ ആ വചനത്തിന് മാറി കർത്താവ് എനിക്കൊരു ചെറിയ ഒരു വചനം തരുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനം ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് തടവിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കിടന്ന കാരാഗൃഹത്തിൽ ദൂതൻ ഇറങ്ങുവാനിടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഹോളിനെ നോക്കി ഇവിടെ ഇരിക്കുന്ന ദേവദാസനും ദൈവമക്കളെ നോക്കി വിളിച്ചു പറയുന്നു, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ചില കാരാഗൃഹത്തിൽ കിടക്കുന്ന ചില ദുഷ്ടശക്തികൾ മേലെ ദൈവദൂതൻ ഇറങ്ങി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ കണ്ണടകളെ പൊട്ടി അവനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ച് ദൈവം കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിപ്പിക്കുന്നു. അത് എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യത്തിനായി, ദൈവമഹത്വത്തിനായി, ഹോളിൽ മേലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
നിസ്സാര കാര്യമല്ല. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ ചങ്ങലകൾ പൊട്ടി വീഴുവാൻ ഇടയായിത്തീരുന്നു. പത്രോസിന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും കടന്ന് ആമേൻ വെളിയിലേക്ക് നടന്നു പോകുമ്പോഴും പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയാമോ? ആമേൻ പ്രൈസ് ദി ലോർഡ്, ആ വെളിയിലിറങ്ങി നടന്നപ്പോഴാണ് പത്രോസിന് സ്വയബോധം വരുവാൻ ഇടയായിത്തീർന്നത്. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആമേൻ ചങ്ങലകൾ പൊട്ടിച്ച് ആമേൻ ബന്ധനത്തിൽ കിടക്കുന്നത് ആമേൻ ദൈവം വിടുവിക്കുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് നോക്കി വിളിച്ചു പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ എത്ര പേർ അത് ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധാത്മ നീന്തിരിക്കുന്നു. ആമേൻ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുടമണരികര വൈഡനാദല വൈശലവൗടറിവ ശാന്തനാദല വൈഡന്തുരി മനന്താല വൗച്ചെ രീപക്ഷമന രഗതുരി വച്ചല വൈഡ രീപ രഗത്തൂടി വച്ചല വൈഡ റിയച്ചാല വരവര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൗലോസേ, ഈ വചനം കേട്ടോ ചായ് പാസ്റ്ററെ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ആമേൻ ഇങ്ങനെ ദൈവവചനം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ആമേൻ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വചനം ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്ന യേശു രക്ഷകനാണ്. ആമേൻ യേശു പാപികളെ വിടുവിക്കുമെന്നാണ്. യേശു സൗഖ്യദായകനാണ്. യേശു നിത്യദൈവമാണ്. നീ മരിച്ചു പോയി കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവ് എവിടെ പോകും? നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകണോ വേണയോ എന്ന് ഈ പൗലോസ് സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പുഴവക്കത്തിരുന്ന ലുദിയയുടെ ഹൃദയമൊന്ന് തുറക്കുവാൻ ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഇവിടെ പ്രസംഗിക്കുന്ന ഓരോ വചനവും ആമേൻ ഓരോ ലുദിയമാനും ഈ ദേശത്തുണ്ടെന്ന്. ആ ലുദിയമാരെ ഹൃദയം തുറക്കുമ്പോൾ ഈ അകത്ത് ഹോളിലേക്ക് ചുളെ ലുദിയമാരെ കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഈ വചനം എന്തെന്നറിയാമോ? ഒരു വാക്യമുണ്ട്, 45-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കാണിയതു. എന്താണ് വായിക്കുന്ന സംഗീതം? നമ്മൾ ഒട്ടുമുക്കാലും ഇവിടെ ഇരിക്കുന്ന കൂടുതലും വിശ്വാസികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ്? ശുഭവചനത്താൽ എൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, നിറയുന്നു. അല്ലേ? അങ്ങനെയല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. സദൃശവാക്യം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ പഠിച്ചു വരുമ്പം കാണുവാൻ സാധിക്കുന്നു. ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. സദൃശവാക്യം ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ, ബൈബിളിൽ ഒന്ന് ഉയർത്തിയാട്ടെ. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ഇത് എടുത്തിട്ടുള്ളവരുണ്ടല്ലോ, ആരും രക്ഷിച്ചു പോയിട്ടില്ല. ഇതെടുത്തിട്ടുണ്ടോ? ആരും രക്ഷിച്ചു പോയിട്ടില്ല. ഇതിനെ വലിച്ച് കീറി ഇറങ്ങിയവനാണ്, ഇതിനെ കത്തിക്കാൻ നോക്കിയവൻ. നേരത്തെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഇതിനെ ഞാൻ കത്തിക്കാൻ നോക്കിയതാണ്. എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചുകൊണ്ടുവന്നപ്പോൾ വായിക്കുന്നത് കണ്ടുകൊണ്ട് ആമേ പ്രൈസ് ഹിന്ദു ബ്രാക്കറ്റിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. ഹിന്ദു അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിച്ച് ഇരുട്ടി ആട്ടയ്ക്കകത്ത് കയറ്റി നേരെ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 ദിവസം കഴിഞ്ഞ് വിളിച്ചോണ്ടെന്ന് ഒരു വീട്ടിൽ പ്രൈസ് വാടകയ്ക്ക് വീടെടുത്ത്, ഹല്ലേലൂയ, നീ പ്രാർത്ഥിച്ചോ, ഞാൻ എൻ്റെ റൂമിൽ വിഗ്രഹങ്ങളെ വെച്ച് കൂട്ടിയിട്ട് എൻ്റെ ഭാര്യ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അവസാനം ഈ എടുത്തെറിഞ്ഞ കർത്താവ് എന്നെ എടുപ്പിച്ചു. അതുകൊണ്ട് ഇത് എടുത്തവരാരും ഒന്ന് പറഞ്ഞാട്ടെ, ഇതെടുത്തവരാരും നമ്മളെ ഹൃദയത്തിൽ ഇത് ഉണ്ടെങ്കിലുണ്ടല്ലോ, ബൈബിൾ എടുത്തില്ലെങ്കിലല്ല, ഇത് ഉണ്ടെങ്കിൽ, ഈ വചനം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ശത്രുവും നമ്മളെ തൊഴുവാൻ ഇടവയ്ക്കില്ല. ആ സദൃശവാക്യം 7-ന്റെ 1 വായിച്ചാട്ടെ. മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് സംഘടിച്ചു കൊള്ളുക, നീ ജീവിച്ചിരിക്കേണ്ടതിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് കേട്ടോ, ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. നമ്മൾ കണ്ണിൽ പൊടി വീഴുന്നു കഴിഞ്ഞാൽ ഓടിപ്പോവും അല്ലേ? അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും പോയി എൻ്റെ കണ്ണിലൊന്ന് എന്തോ വിടുന്നു എന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഓടിപ്പോവും അല്ലേ?
അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. ഈ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മൾ ഇതിനെ സൂക്ഷിച്ചാൽ നിന്നെ ദൈവം സൂക്ഷിക്കും. എന്നെയും നമ്മളെയും സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. ആമേൻ, പ്രൈസ്. ഈ പിശാചെന്ന് പറയുന്നവനെ അവൻ ഊരാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട്. നമ്മൾ യേശുവിനെയാണ് ഇവിടുത്തെ ശ്രദ്ധിച്ചിരിക്കണമേ. അങ്ങനെ ഇരിക്കെ യേശുവും കർത്താവും പിശാചുമായി ഒരു സംഭാഷണം നടത്തി, അല്ലേ? എനിക്ക് ഗോസാக ഇരിക്കുന്നുണ്ട്. സന്തോഷം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം വളരെ നാളുകൾക്ക് ശേഷം കണ്ടതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആത്മീയമായിട്ട് തൻ്റെ മക്കളെ വളർത്തട്ടെ എന്ന് ഞാൻ നിങ്ങളെ വിഷയമൊക്കെ സ്ഥിരം പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നില്ല. എല്ലാം മനസ്സിൽ തോന്നിയ എല്ലാ വിഷയങ്ങളെല്ലാം മിക്ക ദിവസമൊക്കെ പ്രാർത്ഥിക്കും. പ്രൈസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം പിശാചും കർത്താവുമായിട്ട് സംഭാഷണം ചെയ്യുവാണ് കേട്ടാ. നീ എൻ്റെ ദാസനായ യോവിനെ ദൃഷ്ടി വെച്ചുവോ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അപ്പം സാത്താൻ എന്നാ പറഞ്ഞ? അതിന് നീ അവൻ്റെ സകലതിലും ചുറ്റും വേലി കെട്ടിയിരിക്കുക കേട്ടാ. അതാണ് ചോദിച്ചത്. അതിന് പ്രാർത്ഥനയാണ് കേട്ടാ. പ്രാർത്ഥനയുടെ വേലി കർത്താവിൻ്റെ നാമത്തിൽ കെട്ടിയിരിക്കുക. അതാണ് ഒരു പിശാചും കഴിഞ്ഞതിൻ്റെ അങ്ങാഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ പിശാച് ഭയങ്കരമായി തോന്നി, അല്ലേ? അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ദൂതന് കറക്കി ദൂഷിച്ച ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ, നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ വിടിവിക്കുവാൻ ശക്തനാണെന്ന് പരിശുദ്ധാത്മാക്ക് വിളിച്ച് പറയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക് അനിൽകുമാർ സാറിനും പോകണം. പ്രൈസലോ. അതുകൊണ്ട് എത്ര മണിക്ക് ആശീർവാദം പറയുന്നു? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത് എല്ലാവരും ഈ ദേശത്തിനെ ഓർത്തും എല്ലാം പ്രാർത്ഥിക്കണം. കേട്ടത് പ്രൈസലോ. നിങ്ങളെ ഹൃദയത്തിൽ ഇതിനെ സംഭരിച്ചു കൊള്ളണം. ഈ ഹൃദയത്തിൽ ഈ വചനം, ഇന്ന് കേട്ട വചനങ്ങൾ ഓരോരോ ദൈവദാസന്മാരിലും കൂടിയും ഇവിടെ ഉദ്ഘാടനത്തിന് കടന്നു വന്ന ഈ പറഞ്ഞ ഈ പുസ്തകത്തിനകത്തുള്ള ഓരോ വാക്യങ്ങളും നിങ്ങളെ ഹൃദയത്തിൽ സംഭരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കും നിങ്ങൾ. പ്രൈസ്. വചനം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ജീവിച്ചിരിക്കും. പണ്ടൊരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പ്രൈസലോട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു തുണ്ട് പേപ്പർ വഴിയിൽ കിടന്നു. പുള്ളിക്ക് എന്തോ സംശയം തോന്നി. ആ തുണ്ട് പേപ്പർ എടുത്തു നോക്കിയപ്പം